രാമക്ഷേത്ര ചർച്ചയിലും ഭാരതരത്നയിലും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. മുൻകൂട്ടി അറിയിക്കാതെ ചർച്ച നിശ്ചയിച്ചത് ദുരുദ്ദേശത്തോടെയെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. ഭാരതരത്ന നേടിയ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിനെ പ്രതിപക്ഷം അപമാനിച്ചുവെന്ന് BJP ആരോപിച്ചു. BJPയുടെ ഭയം മൂലം വീണ്ടും രാമനിൽ അഭയം പ്രാപിക്കുന്നുവെന്ന് CPM പരിഹസിച്ചു. പ്രതിപക്ഷ പ്രതിഷേധം 17ാം ലോക്സഭയുടെ അവസാന ദിനത്തിൽ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി. അയോധ്യ രാമക്ഷേത്രം ചർച്ച അവസാന നിമിഷം വരെ ഭരണപക്ഷം മൂടിവെച്ചുവെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരോപിച്ചു. ലീഗ് MP-മാർ ലോക്സഭ ബഹിഷ്കരിച്ചു. നരേന്ദ്രമോദി സ്തുതികീർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാർലമെന്റിന്റെ ഫ്ലോറിനെ അവർ ഉപയോഗപ്പെടുത്തിയത് തികച്ചും ദുരുപദേശത്തോടു കൂടിയിട്ടാണ്. സത്യസന്ധതയില്ല, നീതിബോധമില്ല, എല്ലാറ്റിനും രാഷ്ട്രീയം കുത്തിച്ചെലുത്തി മുതലെടുപ്പുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്തുതികീർത്തന പരിപാടിക്ക് വഴിയൊരുക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. രാമക്ഷേത്ര ചർച്ചയ്ക്ക് BJP MP സത്യപാൽ സിംഗ് ലോക്സഭയിൽ തുടക്കം കുറിച്ചു. ഭരണപക്ഷ MP-മാർ മോദി സർക്കാരിനെ പ്രകീർത്തിക്കാനുള്ള അവസരമാക്കി രാമക്ഷേത്ര ചർച്ചയെയും മാറ്റി. ഭാരത് രത്നയിൽ രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടി. ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകനും RLD നേതാവുമായ ജയന്ത് ചൗധരിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചു. നരസിംഹറാവുവിന് ഭാരത് രത്ന ലഭിച്ചതിൽ കോൺഗ്രസ് ആഹ്ലാദിക്കേണ്ടതാണ് എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പരിഹസിച്ചു. ഇടത് MP-മാരും സഭ ബഹിഷ്കരിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ തുടർന്നു. വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മല്ലികാർജുൻ ഖാർഗെ ഭാരത് രത്ന നേടിയ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും പ്രതിഷേധത്തിൽ പ്രതിപക്ഷത്തിൽ ഒരു ഭിന്നതയുമില്ല എന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റുകളൊക്കെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. അതിനപ്പുറത്തൊന്നും പോകുന്നതായിട്ട് കാണുന്നില്ല. ഈ സൃഷ്ടിച്ച പരിഭ്രാന്തിയാണ് ഈ പറഞ്ഞ BJPയെ ഇങ്ങനെയുള്ള പാർട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിസന്ധിയല്ല കാണിക്കുന്നത്, ഇത് ഭരണപക്ഷത്തിന്റെ പ്രതിസന്ധിയാണ് ഇത് യഥാർത്ഥത്തിൽ തുറന്നു കാണിക്കുന്നത്. ഓരോ പാർട്ടികളും അവരവരുടെ നിലപാട് പറഞ്ഞ് ബഹിഷ്കരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി സംഘർഷം രാജ്യസഭ ചർച്ച ആവശ്യപ്പെട്ട് ഇടത് MP-മാർ നൽകിയ നോട്ടീസ് തള്ളി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.